കുറേ നാളുകൾക്ക് ശേഷമാണ് തിയേറ്ററിൽ പോയൊരു ഹിന്ദി സിനിമ കാണുന്നത്. സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് സിനിമ. ഇടിക്കിടി, കുത്തിനു കുത്ത്, വെട്ടിനു വെട്ട്, ഇജ്ജാതി മേക്കിംഗ്. സിനിമ കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് സീറ്റിൽ തന്നെ ഇരുന്നു പോയി. സിനിമ കഴിഞ്ഞതിൻ്റെ തരിപ്പ് മാറുന്നില്ലായിരുന്നു. ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം. തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയില്ലെങ്കിൽ വൻ നഷ്ടമായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, നിഖിൽ നാഗേഷ് ഭട്ട് രചനയും സംവിധാനവും നിർവഹിച്ച് ലക്ഷ്യ, രാഘവ് ജുയൽ, ആശിഷ് വിദ്യാർത്ഥി, ഹർഷ് ഛായ, തന്യ മണിക്തല എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി 2024 ജൂലൈ 5 തിയേറ്ററുകളിൽ റിലീസായ ഹിന്ദി ആക്ഷൻ ത്രില്ലർ സിനിമയാണ് കിൽ. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കാത്ത, വിഷ്വൽ കൊണ്ട് മാത്രം തിയേറ്റർ എക്സ്പീരിയൻസോട് കൂടി അനുഭവിക്കേണ്ട ഇന്ത്യാസ് മോസ്റ്റ് വയലൻ്റ് ആൻഡ് ബ്രൂട്ടൽ മൂവി എവർ. അതാണ് കിൽ എന്ന സിനിമ. സിനിമ തുടങ്ങുന്നത് NSG ഓഫീസർമാരായ അമൃതിനെയും വീരേഷിനെയും കാണിച്ചുകൊണ്ടാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലെത്തുന്ന ഇവർ ഫോൺ നോക്കുകയും അമൃതിന് തൻ്റെ കാമുകിയുടെ ധാരാളം മെസ്സേജും കാണുന്നതോടുകൂടിയാണ്. തിരിച്ചു വിളിക്കുമ്പോൾ തൻ്റെ കാമുകിയുടെ എൻഗേജ്മെൻറ്റാണ് പിറ്റേ ദിവസം എന്നറിയുന്നു. ഇവർ രണ്ടുപേരും അങ്ങോട്ട് തിരിക്കുകയും അതിനുശേഷം ഒരു ട്രെയിൻ യാത്രയും ആരംഭിക്കുന്നു. സാധാരണ ഒരു ഹിന്ദി സിനിമ പോലെയാണ് എനിക്ക് ഇൻട്രോ കണ്ടപ്പോൾ തോന്നിയത്. എന്നാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലേക്ക് സിനിമയുടെ ലെവൽ തന്നെ മാറുകയാണ് മിനിറ്റുകൾക്കകം. പ്രണയവും സൗഹൃദവും ആക്ഷനും ത്രില്ലിംഗ് എലമെൻസും എല്ലാം കൂടി ചേർത്ത് ഒരു ഉഗ്രൻ സിനിമയാണ് നിഖിൽ നാഗേഷ് ഭട്ട് എന്ന ഡയറക്ടർ ഒരുക്കി വെച്ചേക്കുന്നത്. സംവിധായകന് നന്നായി അറിയാം പ്രേക്ഷകൻ്റെ പൾസ്. അമ്മാതിരി മേക്കിംഗാണ് സിനിമയുടേത്. ആക്ഷൻ രംഗങ്ങൾ ജോൺ വിക്ക് സിനിമകളിൽ കാണുന്നതിലും ബ്രൂട്ടലാണോ എന്ന് ചോദിച്ചാൽ അത് അംഗീകരിക്കേണ്ടി വരും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സിനിമ. പിന്നീട് അങ്ങോട്ട് ഇന്ത്യൻ സിനിമ ഇതുവരെയും കാണാത്ത ആക്ഷൻ രംഗങ്ങളാണ് സംവിധായകൻ ഒരുക്കി വെച്ചേക്കുന്നത്. സിനിമയിൽ എടുത്തു പറയേണ്ട ധാരാളം പെർഫോമൻസുകളുണ്ട്. അമൃത് എന്ന ക്യാരക്ടറിലെത്തുന്ന ലക്ഷ്യ, വീരേഷ് എന്ന ക്യാരക്ടറിലെത്തുന്ന അഭിഷേക്, തൂലിക എന്ന റോളിലെത്തുന്ന താനിയ, ബെനി എന്ന റോളിലെത്തുന്ന ആശിഷ് വിദ്യാർത്ഥി, രാഘവ് ജുയൽ എന്നിവരുടെയെല്ലാം പെർഫോമൻസ് വളരെ മികച്ചതാണ്. അതിൽ ഏറ്റവും മികച്ചത് എന്ന് തോന്നിയത് നായകനായെത്തുന്ന ലക്ഷ്യയുടെയും വില്ലനായെത്തുന്ന രാഘവ് ജുയലിൻ്റേതുമാണ്. ലക്ഷ്യ തൻ്റെ ആക്ഷൻ രംഗങ്ങളിലും ഇമോഷണൽ സീനുകളിലും മികച്ചു നിൽക്കുമ്പോൾ രാഘവ് എന്ന നടൻ്റെ സൈക്കോപാത്ത് വില്ലനായുള്ള അഴിഞ്ഞാട്ടമാണ്. സിനിമയിൽ ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സ്കോർ ചെയ്തത് നായകനാണെങ്കിലും പെർഫോമൻസ് കൊണ്ട് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടത് വില്ലനായെത്തുന്ന രാഘവ് ജുയലിനെയാണ്. വേറെ ലെവൽ ആക്ടിംഗ് ആണ് പുള്ളി ഈ സിനിമയിൽ. പ്രകടനങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സിനിമയുടെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. സിനിമയുടെ മ്യൂസിക് ആൻഡ് BGM ചെയ്തിരിക്കുന്നത് ഹരുൺ ഗാവിൻ, വിക്രം മോൺട്രോസ്, ശേശ്വത് സച്ദേവ് എന്നിവരാണ്. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് റാഫെ മെഹ്മൂദാണ്. കിടിലം ക്യാമറ വർക്കാണ് സിനിമയിലേത്. ആർട്ട് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് തുഷാർ കപൂറും രാജീവ് സുബ്ബയുമാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ആക്ഷൻ കൊറിയോഗ്രഫി ചെയ്തിരിക്കുന്നത് പർവേസ് ഷെയ്ക്കും സൗത്ത് കൊറിയൻ സ്റ്റണ്ട് മാസ്റ്ററുമായ സേയോങ് ഓയുമാണ്. എൻ്റെ മോനെ, ഇംഗ്ലീഷ് സിനിമയെ വെല്ലുന്ന ആക്ഷൻ രംഗങ്ങളാണ് ഇവർ ഒരുക്കി വെച്ചേക്കുന്നത്. സിനിമയിലെ ആക്ഷൻ രംഗങ്ങളെപ്പറ്റി എത്ര പുകഴ്ത്തിയാലും മതി വരില്ല. നിഖിൽ നാഗ് ഭട്ടും അയേഷ സെയ്ദും ചേർന്ന് എഴുതിയ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് കരൺ ജോഹർ, ഗുണീത് മോങ്ക, അപൂർവ മെഹ്ത്ത, അച്ചിൻ ജെയിൻ എന്നിവർ ചേർന്നാണ്. ഹോളിവുഡിൽ ധാരാളം ആക്ഷൻ മൂവീസ് നാം കണ്ടിട്ടുണ്ട്. ആ സിനിമകളുടെയും നടൻ്റെയും സംവിധായകൻ്റെയും ഒക്കെ ആരാധകരാണ് നമ്മൾ ഓരോരുത്തരും. എസ്പെഷ്യലി ജോൺ വിക്ക് മൂവീസ്. നമുക്കും ഇനി പറയാം, നമ്മുടേതായി ഒരു ജോൺ വിക്ക് ഇവിടെയുണ്ടെന്ന്. ഒരുപക്ഷെ അതിനും മുകളിൽ. മികച്ച സ്ക്രിപ്റ്റിൻ്റെയും പ്രകടനങ്ങളുടെയും ആക്ഷൻ രംഗങ്ങളുടെയും മികവിൽ നിഖിൽ നാഗേഷ് ഭട്ട് ഒരുക്കി വച്ചിരിക്കുന്ന കിടിലം ആക്ഷൻ ത്രില്ലർ സിനിമയാണ് കിൽ. തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട സിനിമയാണിത്. ആരും തന്നെ മിസ് ചെയ്യരുത്. കൈദിക്ക് ശേഷം മുൾമുനയിൽ നിർത്തിയ ഒരു ആക്ഷൻ സിനിമയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കിൽ എന്ന സിനിമ. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത ദിവസം വരുന്നതുവരെ ഗുഡ് ബൈ.